Next, continuous functions. ഒരു മെട്രിക് സ്പേസിൽ നിന്നും മറ്റൊരു മെട്രിക് സ്പേസിലേക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മാപ്പ് അതിൻ്റെ ഡൊമൈനിൽ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ് ഇനി പറയുന്നത്. അതിനുവേണ്ടി രണ്ട് മെട്രിക് സ്പേസസുകൾ എക്സും വൈയും ചൂസ് ചെയ്യുന്നു. എക്സിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ എഫ് എന്നുള്ളത് ഇയിൽ നിന്നും മെട്രിക് സ്പേസ് വൈയിലേക്കുള്ള ഒരു മാപ്പ്. ദെൻ സെറ്റ് ഇയിലൊരു പോയിൻ്റാണ് പി. ദെൻ ആ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ dy of f of x comma f of p less than epsilon for every x belongs to E for which dx of x comma p less than delta. അതായത് മാപ്പ് എഫ് അതിൻ്റെ ഡൊമൈനിൽ ഒരു പോയിന്റ് പിയിൽ കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ എക്സും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ എക്സ് എന്നുള്ളത് സെറ്റിയിലെ ആർബിട്രറി ആയിട്ടുള്ളൊരു പോയിന്റ്. സോ എക്സും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന വിധത്തിൽ സെറ്റിയിലെ ഏതൊരു പോയിന്റ് എക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇവിടെ എക്സും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെട്രിക് സ്പേസ് എക്സിലെ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ അതായത് മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെട്രിക് സ്പേസ് വൈയിലെ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റയുടെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്ത എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എപ്സിലോണിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡെൽറ്റയുടെ വാല്യൂസും ചേഞ്ച് ചെയ്യും. ദെൻ എഫ് അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ അതായത് സെറ്റിയിലെ എല്ലാ പോയിൻറ്റ്സിലും എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് ഓൺ ഇ. അതായത് സെറ്റിയിലെ എല്ലാ പോയിൻറ്റ്സിലും എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് സെറ്റിയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയും. പ്രീവിയസ് ക്ലാസ്സിൽ ഒരു ഫംഗ്ഷനെ മെട്രിക് സ്പേസ് എക്സിൽ ഒരു പോയിന്റ് പിയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പോയിന്റ് പി സെറ്റിയിൽ ഒരു മെമ്പർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് സെറ്റിയിലൊരു പോയിന്റ് ആയിരിക്കണം പി. ദെൻ നെക്സ്റ്റ് റിസൾട്ടിൽ പറയുന്നത് എഫ് സെറ്റിയിലെ എല്ലാ ഐസൊലേറ്റഡ് പോയിന്റ്സുകളിലും കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ്. ആ റിസൾട്ട് വെരിഫൈ ചെയ്യുവാൻ വേണ്ടി സെറ്റിയിലെ ആർബിട്രറി ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് പോയിന്റ് പി ചൂസ് ചെയ്യുന്നു. പോയിന്റ് പി സെറ്റിയുടെ ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ആവാനുള്ള കണ്ടീഷൻ ആ പോയിന്റിൻ്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡിൽ സെറ്റിയിലെ പോയിന്റ് പി അല്ലാതെ മറ്റൊരു പോയിന്റ്സും ഉണ്ടായിരിക്കുവാൻ പാടില്ല. അത്തരത്തിലുള്ള നൈബർഹുഡിൻ്റെ റേഡിയസ് ആണ് ഡെൽറ്റ നോട്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോയിന്റ് പിയുടെ ഡെൽറ്റ നോട്ട് റേഡിയസ് ഉള്ള നൈബർഹുഡിൽ സെറ്റിയിലെ പോയിന്റ് പി അല്ലാതെ മറ്റൊരു പോയിന്റ്സും ഉണ്ടായിരിക്കുകയില്ല. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് dx ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ നോട്ട് എന്നുള്ള സെറ്റിൽ പോയിന്റ് പി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് എഫ് ഈസ് കണ്ടിന്യൂസ് സെറ്റ് പി എന്നാണ്. അതിനുവേണ്ടി ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ dy ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ dx ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് എക്സ് ബിലോങ്സ് ടു ഇ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു dx ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ നോട്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ സെറ്റിയിൽ ആകെ ഒരു പോയിന്റ് മാത്രമാണ്, അത് പി മാത്രമാണ് എന്ന്. സോ എല്ലാ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഈ ഡെൽറ്റ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ dx ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ നോട്ട് ആൻഡ് എക്സ് ബിലോങ്സ് ടു ഇ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ആകെ ഒരു പോയിന്റ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് dx ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ നോട്ട് ആൻഡ് എക്സ് ബിലോങ്സ് ടു ഇ എന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു പി ആയിരിക്കും. വേറെ ഒരു പോസിബിലിറ്റീസും നമുക്കില്ല. സോ dx ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ നോട്ട് ആയിരിക്കുമ്പോൾ dy ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി എന്നുള്ളത് dy ഓഫ് എഫ് ഓഫ് പി കോമ എഫ് ഓഫ് പി ആയിരിക്കും. അത് 0 ആയതുകൊണ്ട് ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും dy ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ എല്ലാ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിച്ചു. അത് ഡെൽറ്റ നോട്ടാണ്. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ dx ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ നോട്ട് ആൻഡ് എക്സ് ബിലോങ്സ് ടു ഇ ആണെങ്കിൽ dy ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതിൽ നിന്നും എഫ് ഈസ് കണ്ടിന്യൂസ് സെറ്റ് പി. പി എന്നുള്ള സെറ്റിയുടെ ആർബിട്രറി ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് പോയിൻ്റാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതുകൊണ്ട് എഫ് സെറ്റിയിലെ എല്ലാ ഐസൊലേറ്റഡ് പോയിൻറ്റ്സുകളിലും കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് നമുക്ക് ഈ റിസൾട്ടിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്.
ദെൻ ഫംഗ്ഷൻ എഫ് അതിൻ്റെ ഡൊമൈനിലും ലിമിറ്റ് പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 4.6 നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എഫ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ ലിമിറ്റ് പോയിൻ്റ് ഇൻ ഇ. നമുക്ക് ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സപ്പോസ് എക്സ് ആൻഡ് വൈ ആർ മെട്രിക് സ്പേസസ് ഇ സബ്സെറ്റ് ഓഫ് എക്സ് ആൻഡ് പി ബിലോങ്സ് ടു ഇ. സപ്പോസ് പി is a limit point of E, then f is continuous at P if and only if limit extending to P f of x equal to f of P. അതായത് എക്സും വൈയും മെട്രിക് സ്പേസസ് എക്സിൻ്റെ ഒരു സബ്സെറ്റാണ് ഈ എഫ് ഇയിൽ നിന്നും വൈയിലേക്കുള്ള ഒരു മാപ്പ്. പി എന്നുള്ളത് സെറ്റിയുടെ ഒരു മെമ്പറാണ്. പി സെറ്റിയുടെ ഒരു ലിമിറ്റ് പോയിൻ്റ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് പോയിൻ്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി. അതായത് എഫ് ആ ലിമിറ്റ് പോയിൻ്റ് പിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് അറ്റ് പി ആയിരിക്കും. അതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുള്ളത്. ആദ്യം എഫ് കണ്ടിന്യൂസ് അറ്റ് പി ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ആവാനുള്ള കണ്ടീഷൻ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ ക്യൂ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ 0 ലെസ് ദാൻ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ. ഇവിടെ ആർബിട്രറി ആയിട്ടുള്ള ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിച്ചു. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ. അതിൽ നിന്നും ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ 0 ലെസ് ദാൻ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പ്രീവിയസ് കേസിൽ ഒരു പോയിൻ്റ് കൂടി അവിടെ എക്സ്ട്രാ വന്നു എന്ന് മാത്രം. അതായത് പോയിൻ്റ് പിയിൽ കൂടി ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം എന്നാണ് അതിന് മുമ്പത്തെ റിസൾട്ട് നമുക്ക് കിട്ടിയത്. സോ 0 ലെസ് ദാൻ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ ആയാലും ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതിൽ നിന്നും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി. Conversely, suppose that limit extending to p f of x equal to f of p. Then by definition ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ 0 ലെസ് ദാൻ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ. ഓൾറെഡി എക്സ് ഈക്വൽ ടു പി ആയിരിക്കുമ്പോൾ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി എന്നുള്ളത് ഡി വൈ ഓഫ് എഫ് ഓഫ് പി കോമ എഫ് ഓഫ് പി ആയിരിക്കും. അതായത് 0 ആയിരിക്കും. വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ 0 ലെസ് ദാൻ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ള കണ്ടീഷനിൽ നിന്നും ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇത് ഫംഗ്ഷൻ എഫ് പോയിൻ്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. അതിൽ നിന്നും എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് പി. അതാണ് നമുക്ക് കോൺവേഴ്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. സോ ഫംഗ്ഷൻ എഫ് അതിൻ്റെ ഡൊമൈനിലെ ഒരു ലിമിറ്റ് പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പി. ദെൻ നെക്സ്റ്റ് തിയറം 4.7. ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സപ്പോസ് എക്സ് വൈ സെഡ് ആർ മെട്രിക് സ്പേസസ് ആൻഡ് ഈ സബ്സെറ്റ് ഓഫ് എക്സ് f maps E into y, g maps range of f into z, that is g from f of E to z, and h is a mapping from E to z defined by h of x equal to g of f of x for all x belongs to set E. If f is continuous at a point p belongs to E and g is continuous at the point f of p, then h is continuous at p. അതായത് എക്സും വൈയും സെഡും മെട്രിക് സ്പേസസുകൾ ഈ എക്സിൻ്റെ ഒരു സബ്സെറ്റ് എഫ് ഇയിൽ നിന്നും വൈയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ, ദെൻ ജി എഫ് ഓഫ് ഇയിൽ നിന്നും സെഡിലേക്കുള്ള ഒരു ഫംഗ്ഷൻ, അതായത് റേഞ്ച് ഓഫ് എഫിൽ നിന്നും സെഡിലേക്കുള്ള ഒരു മാപ്പാണ് ജി. ദെൻ എച്ച് എന്നുള്ളത് ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെയും കോമ്പോസിഷനാണ്. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇതുപോലെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇ. സോ എച്ച് ഇയിൽ നിന്നും സെഡിലേക്കുള്ള ഒരു മാപ്പായിരിക്കും. ദെൻ ഇവിടെയുള്ള കണ്ടീഷൻ എഫ് സെറ്റ് ഇയിലെ പോയിൻ്റ് പിയിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ജി എഫ് ഓഫ് പിയിൽ കണ്ടിന്യൂസ് ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് എച്ച് ഈസ് കണ്ടിന്യൂസ് സെറ്റ് പി എന്നാണ്. അതിനുവേണ്ടി ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി സെഡ് ഓഫ് എച്ച് ഓഫ് എക്സ് കോമ എച്ച് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് എക്സ് ബിലോങ്സ് ടു ഇ. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുള്ളത്. ഇത് വെരിഫൈ ചെയ്യുവാൻ വേണ്ടി ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്യുന്നു. ദെൻ ജി എഫ് ഓഫ് പി എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി സെഡ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് കോമ ജി ഓഫ് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ ഡെൽറ്റ. ഇവിടെ മാപ്പ് ജിയുടെ ഡൊമെയിൻ എഫിൻ്റെ റേഞ്ച് ആയതുകൊണ്ടാണ്, അതായത് എഫ് ഓഫ് ഇ ആയതുകൊണ്ടാണ് അതിലെ പോയിൻറ്റ്സുകൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യും. ആ റിയൽ നമ്പറിനെ ഡെൽറ്റ എന്നുള്ളതിന് പകരം ഈറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ there exists a eta greater than 0 such that dz of g of f of x comma g of f of p less than epsilon whenever dy of f of x comma f of p less than eta and f of x belongs to f of e. ഇത് ഫംഗ്ഷൻ g f of p എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്നുള്ള കണ്ടീഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. അതായത് എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഈറ്റയാകുന്ന വിധത്തിൽ സെറ്റ് എഫ് ഓഫ് ഇയിലെ ഏതൊരു പോയിന്റ് എഫ് ഓഫ് എക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ജി ഓഫ് എഫ് ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ള കണ്ടീഷൻ. അതിന് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. ദെൻ ഫംഗ്ഷൻ എഫ് പോയിന്റ് പിയിൽ കണ്ടിന്യൂസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എഫ് പോയിന്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കണം. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ dy of f of x comma f of p less than epsilon whenever dx of x comma p less than delta. ഇത് ഫംഗ്ഷൻ എഫ് പോയിന്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ എപ്സിലോൺ എന്നുള്ളത് ജസ്റ്റ് ഒരു നൊട്ടേഷൻ മാത്രമാണ്. നമുക്ക് ഇക്വേഷൻ 1ൽ ഓൾറെഡി ഒരു ഈറ്റ ഗ്രേറ്റർ ദാൻ 0 കിട്ടിയിട്ടുണ്ട്. സോ ഫംഗ്ഷൻ എഫ് പോയിന്റ് പിയിൽ കണ്ടിന്യൂസ് ആണ് എന്നുള്ള കണ്ടീഷനിൽ നിന്നും ഈ ഈറ്റ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കും. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് കോമ എഫ് ഓഫ് പി ലെസ് ദാൻ ഈറ്റ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് എക്സ് ബിലോങ്സ് ടു സെറ്റ് ഇ. സോ എക്സും പോയിന്റ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയാകുന്ന വിധത്തിൽ സെറ്റ് ഇയിലെ ഏതൊരു പോയിന്റ് എക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഈറ്റയായിരിക്കും. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഈറ്റയാണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എക്സും പോയിന്റ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതായത് ഡി സെഡ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് കോമ ജി ഓഫ് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് എക്സ് ബിലോങ്സ് ടു സെറ്റ് ഇ. ദെൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എച്ച് ഓഫ് എക്സ് ആണ്. അതുപോലെ തന്നെ ജി ഓഫ് എഫ് ഓഫ് പി എന്നുള്ളത് എച്ച് ഓഫ് പി ആണ്. അതിൽ നിന്നും ഡി സെഡ് ഓഫ് എച്ച് ഓഫ് എക്സ് കോമ എച്ച് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് കോമ പി ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് എക്സ് ബിലോങ്സ് ടു സെറ്റ് ഇ. സോ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിച്ചു. സാറ്റിസ്ഫൈങ് ദി കണ്ടീഷൻ ഡി സെഡ് ഓഫ് എച്ച് ഓഫ് എക്സ് കോമ എച്ച് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ whenever dx of x comma p less than delta and x belongs to set e. ഇത് ഫംഗ്ഷൻ എച്ച് പോയിന്റ് പിയിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനാണ്. അതിൽ നിന്നും എച്ച് ഈസ് കണ്ടിന്യൂസ് സെറ്റ് പി. അതാണ് നമുക്ക് ഈ തിയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.